ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ VC അപ്പോയിൻമെൻറ്റിലെ പ്രശ്നം എന്താണ്? ഏറ്റവും റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള UGC ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ PG ഇനി കോളേജ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് നെറ്റ് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിലും, ഇന്നലെ നമ്മൾ ഇനി കോളേജ് ടീച്ചർ ആവാൻ PG ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു UGC ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. VC റിലേറ്റഡ് ആയിട്ടുള്ള VC അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കൺസേണുകളുണ്ട് എന്നുള്ളതൊക്കെ. അതാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ, അത് മാത്രമല്ല ഓവറോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എവല്യൂഷനും ലിസ്റ്റുകളുടെ സെക്ഷനുകളും എല്ലാം ഉൾപ്പെടെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് വളരെ ബ്രീഫായിട്ട് ഒരു ഇഷ്യൂ ബേസ്ഡ് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി UGC ചെയ്തിട്ടുള്ളത് ജനുവരി 6 തോന്നുന്നു ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ ഇന്ത്യയിലെ കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷനുകൾ, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്, കണ്ടീഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ള മെക്കാനിസം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു അത് എന്നുള്ളത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിലെ എല്ലാവർക്കും തുല്യ സാധ്യതകളുള്ള ഒരു എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റിനെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് കൺസേണുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണുകൾ, അതിലെ പല നിർദ്ദേശങ്ങളും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇനി തൊട്ടിട്ട് കോളേജ് ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് either PG with PhD അല്ലെങ്കിൽ PG with നെറ്റ് ആണ്, അല്ലെങ്കിൽ NCRF 7 റേഞ്ചിലുള്ള PG ആണ് എന്ന് ഒന്ന് പറയുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു നിർദ്ദേശമാണ്, ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ PhD ഉണ്ടെങ്കിൽ അവർക്ക് അതത് സബ്ജക്റ്റുകളിൽ UG PG വേണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഹയർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് UG PG ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഉണ്ടോ എന്നുള്ളതൊരു വിഷയമല്ല. ആ നെറ്റുള്ള വിഷയത്തിൽ അവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, കോളേജ് ടീച്ചർ ആവാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. ഇതിൽ പലതും തീർച്ചയായിട്ടും പ്രോഗ്രസീവ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വരേണ്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇനി തൊട്ടിട്ട് PG ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ UG 4 ഇയർ UG ഉള്ള ആളുകൾക്ക് ഡയറക്റ്റായിട്ട് PhD ചെയ്യാം. ഡയറക്റ്റായിട്ട് അവർക്ക് PhD ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫ്യൂച്ചർ PGയുടെ പ്രസക്തി എന്താണ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ക്ലാരിറ്റി കുറവുള്ള വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ വിശദമായിട്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ വായിക്കുക. ഫെബ്രുവരി 5 വരെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസും സജഷൻസും ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളത് അയക്കുക. അതിൻ്റെ അതിൻ്റെ മെയിൽ അഡ്രസ്സും ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ കമ്മിങ് ടു ദ കീ പോയിന്റ്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുള്ള സബ്ജക്റ്റുകളാണ്. അതിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്ത്യ ഇനീഷ്യലി ഉണ്ടായ കാലത്ത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരുന്നു, പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എമർജൻസി കാലഘട്ടങ്ങളിൽ അത് തിരിച്ച് കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുന്നു. അതിനുശേഷം ഇതുവരെ നിലവിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കേസുകളിൽ അതത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവുന്ന പവർ ഇല്ലാതാക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് എന്നുള്ളതാണ്. അതായത് അതിലൊരു അവസാനമായിട്ടൊക്കെയാണ് അവർ പറയുന്നത് ആ ഡ്രാഫ്റ്റ് റെഗുലേഷൻ്റെ. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഡ്രാഫ്റ്റ് റെഗുലേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളൊക്കെ അവിടെയും പറയുന്നത് റിഗാർഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് VC ആണ്. VCയുടെ അപ്പോയിൻമെൻറ്റ്, അതായത് സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസം പറയുന്നുണ്ട്.
ആ ഒരു സജഷനാണ് ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും ഡിബേറ്റ് ചെയ്യേണ്ടതും സജഷൻ സെൻഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ആസ് ഓഫ് നൗ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ VCകൾ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു 3 അംഗ കമ്മിറ്റിയാണ്. ആ 3 അംഗ കമ്മിറ്റിയിൽ ഒരാൾ ഗവർണർ അപ്പോയിന്റ് ചെയ്ത ആളുകളായിരിക്കും, രണ്ടാമതൊരാൾ ഗവൺമെന്റിന്റെ നോമിനി ആയിരിക്കും, മൂന്നാമതൊരാൾ സിൻഡിക്കേറ്റ് ഓർ സെനറ്റ് എൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ 3 ആളുകളിൽ 2 ആൾ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന, സംസ്ഥാനത്തിന്റെ ഇൻട്രസ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഈ 3 അംഗ കമ്മിറ്റിയിൽ, ഓക്കെ, നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ വി ഹാവ് 3 അംഗ കമ്മിറ്റി ഉണ്ടാവും. ഈ 3 അംഗ കമ്മിറ്റിയിൽ VCയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 അംഗ കമ്മിറ്റിയിലുള്ള 3 ആളുകൾ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതിലൊന്ന് വൈസ് ചാൻസലറുടെ നോമിനി ആയിരിക്കും, രണ്ടാമതായിട്ട് പറയുന്നത് UGCയുടെ നോമിനി ആയിരിക്കും, മൂന്നാമതായിട്ട് പറയുന്നത് സിൻഡിക്കേറ്റ് ഓർ എക്സിക്യൂട്ടീവ് കൗൺസിൽ സെനറ്റിന്റെ നോമിനി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മുമ്പ് 3 VC അപ്പോയിന്റ് ചെയ്യുന്നതിലെ, വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയിലെ 3 അംഗ കമ്മിറ്റിയിൽ 2 ആൾ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളും ഒരാൾ ഗവർണറുടെ ഭാഗത്തു നിന്നാണെങ്കിൽ, ബേസിക്കലി സെൻട്രലിനെ പ്രതിനിധീകരിക്കുന്ന ആളുമാണെങ്കിൽ, പുതിയ ലിസ്റ്റ് പ്രകാരം പുതിയ കമ്മിറ്റികളിൽ 3ൽ 2 ആളുകളും സെൻട്രൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിരിക്കുമെന്നാണ്. ഒരാളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് VCയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരുന്നത്, ഈവൻ ദോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ട് അപ്പോയിൻമെന്റ് ഉണ്ടാവുകയാണെങ്കിലും ഒരു വളരെ നല്ല സിഗ്നിഫിക്കൻ്റ് അക്കാഡമിക് എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്ന് മുമ്പുണ്ടായിരുന്നു. ഇപ്പം 10 years ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ആസ് എ പ്രൊഫസർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു സീനിയർ ലെവൽ റെപ്യൂട്ടഡ് റിസർച്ചർ അക്കാഡമിക് ഓർ എ സീനിയർ ലെവൽ ഇൻ ഇൻഡസ്ട്രി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ പബ്ലിക് പോളിസി, വിത്ത് എ സിഗ്നിഫിക്കൻ്റ് അക്കാഡമിക് ഓർ സ്കോളർലി കോൺട്രിബ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ തന്നെ ആവണമെന്നില്ല, ഇൻഡസ്ട്രിയിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലോ പബ്ലിക് പോളിസിയിലോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലോ. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിലും മറ്റു പല ക്രൈറ്റീരിയകളുടെയും അടിസ്ഥാനത്തിൽ ആരും ഒരു പക്ഷേ ഫ്യൂച്ചറിൽ VC ആയേക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട, ഏറ്റവും എതിർക്കപ്പെടേണ്ട, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 2 എണ്ണമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ താല്പര്യത്തിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള ആളുകളെ ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് VC അപ്പോയിൻമെന്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, ഇവിടെ പലരും പറയുന്ന ഒരു കേസ്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അപ്പോയിൻമെന്റുകളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ ഗവർണർ തീരുമാനിക്കുന്നതല്ലേ, UGC തീരുമാനിക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുൻ ഗവർണറുടെ കാലത്ത് ഗവൺമെന്റും ഗവർണറും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോരോ ഡിബേറ്റ് വരുന്ന സമയത്തും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോരോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തും ഗവർണർ അതിനെ എതിർക്കുമ്പോൾ, ഗവർണർ അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ വളരെ ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാട്ട് വി കൻ സേ ഒരു സിസ്റ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഡെഫിനറ്റ്ലി എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഈ ഗവൺമെന്റുകളുടെ കാലത്തും ചില രാഷ്ട്രീയപരമായ താല്പര്യങ്ങളാൽ ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്നവരുടെയും അവരുടെ പ്രിയപ്പെട്ടവർക്കും ജോലി കൊടുക്കുന്ന വളരെ തെറ്റായിട്ടുള്ള എതിർക്കപ്പെടേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരുവിധ ഡിഫറെൻ്റ് ഒപ്പീനിയനും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും കേരള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക കേരള ഗവൺമെന്റിന് തന്നെയാണ്, അത് സെൻട്രൽ ഗവൺമെന്റിനല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പലരും ഇതിനെതിരെ പറയുന്ന ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഫുള്ള് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് അല്ലേ, UGC ചെയ്യല്ലേ നല്ലത്, ഗവർണർ ചെയ്യല്ലേ നല്ലത് എന്നാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഗവർണർ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന് താല്പര്യമുള്ള ഒരാളാണ് ഗവർണറായിട്ട് വരുന്നത്. UGCയുടെ ചെയർമാൻ അല്ലെങ്കിൽ UGCയുടെ പല ഹയർ അതോറിറ്റീസും പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്. സോ ബേസിക്കലി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ രാജ്യത്തിലെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് തന്നെയായിരിക്കും.
രാഷ്ട്രീയം, പൊളിറ്റിക്സ്, രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളാണ് പിന്നീട് ഗവൺമെന്റുകളായിട്ട് മാറുന്നത്. ആ ഗവൺമെന്റുകളാണ് ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളാണ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടാവുക. പൊളിറ്റിക്കൽ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തിന് എന്നുള്ളതല്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട പവറുകളിൽ എത്തുമ്പോൾ, ജനങ്ങൾ തീരുമാനിച്ച ഡെമോക്രാറ്റിക് മെത്തേഡിനനുസരിച്ച് എത്തുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും സാധിക്കുക കേരളത്തിന്റെ ഗവൺമെന്റിന് തന്നെയാണ്. അത് LDF ഗവൺമെന്റ് ആണെങ്കിലും UDF ഗവൺമെന്റ് ആണെങ്കിലും ഒരിക്കലും അത് ഗവർണർക്കാണ്, അത് സെൻട്രൽ ഗവൺമെന്റിനാണ് എന്നൊരിക്കലും കരുതരുത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തീരുമാനങ്ങൾ എടുക്കാം, ആ തീരുമാനങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാവാം, അത് എതിർക്കാം. ആ എതിർപ്പിനെ അവര് പരിഗണിക്കുന്നില്ലെങ്കിൽ ബേസിക്കലി എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അടുത്ത ഇലക്ഷനിൽ അതിനെ എതിർക്കുന്ന മറ്റൊരു പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ, അതായത് VC റിലേറ്റഡ് അപ്പോയിന്റ്മെന്റുകളായിട്ടുള്ള കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തോട് നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടല്ല. എക്സിസ്റ്റിംഗ് ഗവൺമെന്റിന് എതിരെ തന്നെ വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ഞാൻ വിയോജിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു എയ്ഡഡ് കോളേജുകളുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഗവൺമെന്റിന്റെ വാട്ട് വി കൻ സേ പോളിസീസ് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വിമർശനാത്മകമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിൽ നമ്മൾ വിമർശിക്കുമ്പോൾ അതൊരു മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ കമ്മിങ് ടു ദ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണോ നമ്മൾ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കുക അത് നമ്മളെല്ലാവരും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഏതൊക്കെ രീതിയിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ രീതിയിലാണ് വാട്ട് വി കൻ സേ എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകൾക്ക് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റെഗുലേഷൻ ഗവൺമെന്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ UGC പറയുന്നുണ്ട്, I request you kindly to share your valuable feedback on the draft regulation on or before 5th February 2025 to the email address draftregulations@ugc.gov.in. മെയിൽ ID നിങ്ങൾക്ക് സ്ക്രീനിലും കാണാം. 5th February ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നമ്മുടെ സജഷൻസ്, നമ്മുടെ വിയോജിപ്പുകളും രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കുക. നോട്ടിഫിക്കേഷനിൽ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ ശക്തമായി എതിർക്കപ്പെടുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എതിർക്കപ്പെടേണ്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കുള്ള ഒരു സംസ്ഥാനത്തിന്റെ പൾസ് അറിയുന്ന അതത് ഗവൺമെന്റുകൾക്കുള്ള VC അപ്പോയിന്റ്മെന്റിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു കേസുകൾ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ മനസ്സിലാക്കുക, ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ല, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റീസോ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. എല്ലാ കാലത്തും തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. അപ്പം ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ വാട്ട് വി കൻ സേ നിങ്ങളുടെ റെസ്പോൺസുകൾ അയക്കുക, നിങ്ങളുടെ വിയോജിപ്പുകൾ അയക്കുക. ബേസിക്കലി ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് പലരും പറയുന്നൊരു കേസ്, ആര് കേൾക്കാൻ, ആരോട് പറയാൻ. നമ്മളിങ്ങനെ ഈ വീഡിയോക്കും ചിലപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ കമന്റുകൾ, അതൊക്കെ ചെയ്തിട്ട് അവർ പേരിന് ചെയ്തിട്ടുള്ളതല്ലേ, ആ നോട്ടിഫിക്കേഷൻ ആ ഡ്രാഫ്റ്റ് ഒക്കെ അവർ ബേസിക്കലി അവർ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ. ബേസിക്കലി എല്ലാ മെയിലുകളും അവർ കൺസിഡർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഡെമോക്രാറ്റിക് സിസ്റ്റങ്ങളുള്ള രാജ്യമാണ്. ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, വാട്ടവർ എല്ലാ ഡെമോക്രസിയുടെ കമ്പണനുള്ള രാജ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള രീതിയിൽ ഡെമോക്രാറ്റിക് വേയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്, ഹോപ്പ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ലൈഫിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഏറ്റവും വലിയ സൗന്ദര്യം ഹോപ്പ്ഫുൾ ആയിരിക്കുക എന്നുള്ളതിലാണ്. ഗവൺമെന്റ് നമ്മുടെ സജഷൻസ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കാത്ത പക്ഷം ആ ഗവൺമെന്റ് അടുത്തൊരു ഇലക്ഷനിൽ മാറുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷ, അതിനുള്ള പരിശ്രമങ്ങളാണല്ലോ ജനാധിപത്യത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുടെ സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കുക, ഏറ്റവും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ UGCയെ അറിയിക്കുക. എല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളെ, ഇതിനെതിരെയുള്ള റെസ്പോൺസുകളുടെ, ഇതിനെതിരെയുള്ള ലീഗൽ വാട്ട് വി കൻ സേ സ്റ്റെപ്പുകളെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഡെമോക്രാറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ടുഗദർ, ഒരുമിച്ച് നമ്മൾ മലയാളികൾക്കെല്ലാം കൂടി കേരളത്തിന് ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കേരളത്തിലെ ഗവൺമെന്റുകൾക്ക് തന്നെ
ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ്, കൺഫ്യൂഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.